ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ ശ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 50 ദിവസങ്ങൾ പരിശുദ്ധ സഭ ശ്ലീബാ കാലമായിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടാടുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കുരിശിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിമോചനവും വിജയങ്ങളും അനുഗ്രഹങ്ങളും ധ്യാനിക്കുവാനുള്ള ദിവസമാണ്. കർത്താവിൻ്റെ കുരിശ് നമുക്കെന്തെല്ലാം നേടിത്തന്നു എന്ന് ധ്യാനിക്കും തോറും കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമ്മുടെ മേൽ തുറക്കപ്പെടുകയാണ്. ആകെ പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ കുരിശിനെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. യേശുമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് 2 കാര്യങ്ങൾ പ്രധാനമായി നൽകുവാനാണ്. ഒന്ന്, പാപങ്ങൾ മോചിക്കുവാനായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് മർത്യനായി കടന്നു വന്നത്. 2, നമുക്കെല്ലാവർക്കും പാപങ്ങളെ ജയിക്കാൻ ഒരു ശക്തി വേണം. അതിന് പാപങ്ങളെ ജയിക്കുവാൻ വേണ്ടി നമ്മുടെ മേൽ പകർന്നു തരുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾക്ക് മോചനം നൽകുവാനും പരിശുദ്ധാത്മാവിനെ നൽകുവാനുമായിട്ടാണ്. അതിൻ്റെ ആത്യന്തികമായ ഫലപ്രാപ്തി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന കുരിശിലാണ്. യേശുവിൻ്റെ കുരിശ് മാനവകുലത്തിന് മുഴുവനായി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പാപമോചനത്തിൻ്റെ അനുഗ്രഹം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചതെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് സമാധാനം നമുക്കായി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ പാപമോചനം ഉണ്ടായാൽ സമാധാനമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം നമ്മളിൽ നിറയുന്നത് പാപങ്ങൾ മോചിക്കപ്പെടുമ്പോഴാണ്. വിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതൻ 5 പ്രാവശ്യം പറയാം, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപങ്ങളുടെ മോചനമുണ്ട് ഈ ബലിയിൽ. ഈ ബലി പാപമോചനമുണ്ട്. കർത്താവ് അന്ത്യത്താഴ വേളയിൽ തൻ്റെ തൃക്കരങ്ങളിൽ ആ രക്തം എടുത്തു പിടിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമെന്ന് കർത്താവ് മർക്കോസിൻ്റെ മാളികയിൽ അന്ന് പ്രഖ്യാപിച്ചു. ഈ രക്തം അനേകരുടെ പാപങ്ങൾ മോചിക്കാനാണ്. അപ്പം ഈ കുരിശിലൂടെ ഒഴുകി വന്ന രക്തം അനേകരുടെ പാപങ്ങളുടെ മോചനമായിരുന്നു. അതുകൊണ്ട് ഈ രക്തം നമുക്ക് വലിയ ശക്തിയാണ്. ഈ കുരിശ് നമ്മുടെ വലിയ വിജയമാണ്. കർത്താവേ, സ്നേഹമുള്ളവർ, രക്തം ജനത്തിന്മേൽ തളിക്കപ്പെടുന്നത് വേദപുസ്തകത്തിൽ ചില സ്ഥലത്തെല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞത്, ന്യൂ കവനന്റ് ബ്ലഡ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ രക്തം ഉണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ മോശയും നാദാബും അബീഹുവും ഇതാ 70 മൂപ്പന്മാരും ചേർന്ന് കർത്താവിൻ്റെ പർവ്വതത്തിൻ്റെ താഴെ ബലിയർപ്പിച്ച് ആ ബലിയർപ്പണത്തിൻ്റെ രക്തം മോശ ഇങ്ങനെ എടുത്ത് അത് ഇവരുടെ മേൽ തളിച്ച സമയത്ത് മോശ ഒരു വചനം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തമാണിത്. ഇത് നിയമത്തിൻ്റെ രക്തമാണ്, കവനന്റ് ബ്ലഡ്. അടുത്ത വാക്യം എന്നാ വായിക്കുന്നതെന്ന് അറിയാമോ? പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവർ ദൈവത്തെ കണ്ടു. നോക്കണമേ, പൗരസ്ലിഹ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, പശുവിൻ്റെയും കാളയുടെയും രക്തം അവരുടെ ദുർമനസാക്ഷിയെ മാറ്റി ദൈവത്തെ കാണാൻ ഇടയാക്കിയെങ്കിൽ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവും നിർമ്മലവുമായ ആ കുരിശിൽ ചൊരിഞ്ഞ രക്തം നമ്മളെ എത്രയധികമായി വിശുദ്ധീകരിച്ച്
ആ പിതാവിൻ്റെ നൈർമല്യത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുരിശ്, രക്തം ചൊരിഞ്ഞ കുരിശ് പാപമോചനത്തിൻ്റെ അടയാളമാണ്. ആ കുരിശിൻ്റെ മറവിലാണ് പിതാവാ ദൈവത്തെ നമ്മൾ ദർശിക്കുന്നത്. ഒന്നാമത്തെ വലിയ അനുഗ്രഹം ഏതാണെന്നറിയാമോ? പാപമോചനം എന്ന വലിയ അനുഗ്രഹം. രണ്ടാമത് നമ്മൾ കുരിശിലൂടെ കാണുന്നത് എന്താണെന്നറിയാമോ? ശാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട് കുരിശിൽ. ശാപമോചനമെന്ന വീണ്ടെടുപ്പ്. അപ്പോൾ ഒരു ചോദ്യം വരിക, എന്നറിയാമോ? ശാപങ്ങൾ ഉണ്ടോ ഇല്ലയോ? ന്യായപ്രമാണം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒപ്പം രണ്ട് കാര്യങ്ങൾ ഇറങ്ങി വന്നു. എന്താണെന്നറിയാമോ? ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും അനുസരിക്കാത്തവർക്ക് ശാപവും. കണ്ടോ? ന്യായപ്രമാണം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരും, അനുഗ്രഹവും ശാപവും. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം പറയുകയാണ്, ന്യായപ്രമാണം പ്രമാണിക്കുമ്പോൾ അത് അനുഗ്രഹമാണ്, അതനുസരിക്കാത്തവർക്ക് ശാപമാണ്. വചനം തെറ്റിയ ശാപമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വചനങ്ങൾ തെറ്റിയിട്ടുണ്ട്. നമ്മൾ ശാപത്തിൻ്റെ നിഴലിലാണ്. മറ്റൊരു ശാപം ഏതാണെന്നറിയാമോ? ആദാം പാപം ചെയ്തപ്പോൾ മാനവകുലത്തിലേക്ക് കടന്നു വന്ന മരണമെന്ന ശാപം. മാനവകുലത്തിലേക്ക് വന്ന മരണമെന്ന ശാപം. ആദാമിൽ എല്ലാവരും മരിച്ചു എന്ന് 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയും. ആദാമിൽ എല്ലാവരും മരിച്ചു. ആദാമിലൂടെ വന്ന മരണത്തിൻ്റെ ശാപം എല്ലാവരിലും വന്നു. ക്രിസ്തു കുരിശിൽ ശാപമഴിച്ചു. അപ്പൊ കുരിശിൽ എന്തുണ്ട്? ശാപങ്ങളുടെ മോചനമുണ്ട്. ശാപങ്ങളുടെ മോചനം. വീണ്ടും ശാപമുണ്ടോ? കർത്താവ് 10 കൽപ്പന കൊടുക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണമെന്ന ആദ്യത്തെ കൽപ്പന. നിന്റെ വീട്ടിലും നിന്റെ ഹൃദയത്തിലും ദൈവത്തിന് 1-ാം സ്ഥാനം. ദൈവം ഒന്നാമത്തവനാണ്. ആ സ്ഥാനം കളഞ്ഞ് ദൈവത്തെ എവിടെയെങ്കിലും 2ാമതോ ഒടുവിലത്തവനോ ആക്കുമ്പോൾ അവരുടെ ആ തിന്മ 2, 3, 4 തലമുറകളിലെല്ലാം സന്ദർശിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ പേരാണ് പിതൃശാപം. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സ്ഥാനം കൊടുക്കാതെ ജീവിച്ച ശാപമാണ്. അത് തലമുറകളിലേക്ക് വരുന്നു. പിതൃശാപം. കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ പറഞ്ഞ ശാപങ്ങളെല്ലാം തന്നിൽ ഏറ്റെടുത്തു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? മരത്തിന്മേ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മരത്തിന്മേ തൂക്കപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം യേശുവിൻ്റെ കുരിശ് എന്താന്ന് ശക്തമായി വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ കുരിശ് ന്യായപ്രമാണം അനുസരിക്കാതെ വന്നപ്പോൾ നമ്മളിലും നമ്മുടെ പിതാക്കന്മാരിലും ആദാമിലും എല്ലാം വന്നു പോയിട്ടുള്ള ശാപങ്ങൾ മായിച്ചു കളഞ്ഞതാണ് കുരിശ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, കുരിശിനെ വിശ്വസിക്കുകയും കുരിശ് മരണത്തെ ഏറ്റുപറയുകയും ചെയ്യണം. കുരിശിനെ വിശ്വസിക്കുകയും കുരിശ് മരണത്തെ ഏറ്റുപറയുകയും ചെയ്യണം. ആ കുരിശ് മരണത്തെ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നിന്നിൽ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകും. 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുക, പുതിയ സൃഷ്ടിയിൽ പഴയ ശാപത്തിന് അധികാരമില്ലെന്ന്. പുതിയ സൃഷ്ടിയായവനിൽ പഴയ ശാപങ്ങളുടെ അധികാരമില്ല. ഇതാ അവൻ പുതുതായി തീർന്നു. അപ്പൊ കുരിശിലൂടെ യേശുവമ്പുരാൻ നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയ മറ്റൊരു അനുഗ്രഹമാണ് ഏത്? ശാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് കർത്താവ് കുരിശിലൂടെ നമുക്ക് തന്നു. പ്രിയമുള്ളവരെ, ഇതാ കുരിശിനെ ധ്യാനിക്കുമ്പോൾ, കുരിശ് കാണുമ്പോൾ, കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഓർക്കണം: പാപങ്ങളുടെ മോചനമുണ്ട്, ശാപങ്ങളുടെ വീണ്ടെടുപ്പുണ്ട്. ഇതാ 3-ാമത് വീണ്ടും പറയുന്നു, കുരിശ്
ജയത്തിൻ്റെ അടയാളമാണ്. ശുഭചിഹ്നം താൻ സ്ലേബ, വിജയ കൊടിതാൻ സ്ലേബ, നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴുന്നു നാം. ഈ ജയമുള്ള സ്ലീബ വിജയത്തിൻ്റെ കൊടിയാണ്. സ്ലീബ ജയത്തിൻ്റെ അടയാളമാണ്, വിജയത്തിൻ്റെ കൊടി. ഇത് സാത്താനെ ജയിച്ചതിൻ്റെ അടയാളമാണ്. കൊടി പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജയത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്ലീബ സാത്താനെ ജയിച്ചതിൻ്റെ അടയാളമാണ്. കൊലോസി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, കുരിശിൻ്റെ മുമ്പിലേക്ക് സാത്താനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും കൊണ്ടുവന്ന് നിർത്തി. കുരിശിൻ്റെ മുമ്പിലേക്ക്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? അവരുടെ മേലുണ്ടായിരുന്ന ആയുധങ്ങൾ, സാത്താൻ നമ്മളെ ആക്രമിക്കാനുള്ള പല ആയുധങ്ങളുമുണ്ട്. ആയുധങ്ങൾ മുഴുവൻ, ഇന്നത്തെ കാലത്ത് തൂക്കും മിസൈലും ഒക്കെ എന്ന് പറഞ്ഞതുപോലെ പല പല ആയുധങ്ങൾ കുരിശിന്റെ മുമ്പിൽ അവരെ പരസ്യമായി നിർത്തി ആയുധങ്ങൾ മുഴുവൻ വെപ്പിച്ചു. ആയുധം മുഴുവൻ വെപ്പിച്ച് അവരെ പരസ്യമായി തോറ്റവരാക്കി ഇങ്ങനെ കൈ ഉയർത്തി നിർത്തിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പൊ കുരിശിന്റെ മുമ്പിൽ സാത്താനെ ഒരു പരസ്യമായ കാഴ്ചയാക്കി. എന്താണെന്നറിയാമോ? തോറ്റവനാണ്. കർത്താവ് ആ കുരിശിൽ കിടന്ന് തന്നെ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു ജയോത്സവം കൊണ്ടാടിയ കുരിശാണ് എൻ്റെ പ്രശംസ, എൻ്റെ അനുഗ്രഹം. ആ കുരിശാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുരിശ് കണ്ടാൽ സാത്താൻ തകരും. കുരിശിൽ നിന്നൊഴുകിയ രക്തമാണ് നമ്മുടെ വിജയത്തിൻ്റെ ശക്തി. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 10 മുതലുള്ള വാക്യത്തിൽ ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന സാത്താൻ, അവരെ ജയിച്ചവരുടെ പേരെവിടെയുണ്ട്, അവരെങ്ങനെ ജയിച്ചെന്ന് എഴുതിയിരിക്കുകയാണ്. അവരെങ്ങനെയാണ് ജയിച്ചത്? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, കുഞ്ഞാടിന്റെ രക്തം വഴി, കുരിശിലൊഴുകിയ ഒരു കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം, ആ രക്തം വഴിയാണ് നമുക്ക് ജയം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കുരിശ് വരയ്ക്കുമ്പോൾ ഓർത്തോ, സാത്താൻ തോറ്റവനാണ്, കർത്താവ് നമുക്ക് മേൽ ജയിച്ചവനാണ്. കർത്താവാണ് ജയിച്ചത്, സാത്താൻ തോറ്റവനാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ അധികാരമില്ല അവൻ്റെ മേൽ. അതുകൊണ്ട് പ്രിയമുള്ളവര്, കുരിശിൽ ഈ ധ്യാനങ്ങളെല്ലാം നമുക്ക് മനസ്സിൽ വരണം. പാപമോചനമുണ്ട്, ശാപങ്ങളുടെ വീണ്ടെടുപ്പുണ്ട്, സാത്താൻ്റെ മേൽ എനിക്ക് ജയമുണ്ട്. ഇനി മറ്റൊന്ന് പറയുകയാണ്, കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ തോറ്റ ജനത്തെ വീണ്ടെടുക്കാൻ. എല്ലാ കൽപ്പനകളും തെറ്റിച്ചിരിക്കുക. കണ്ണുകൊണ്ട് നീ മോഹത്തോടെ നോക്കരുത്, തെറ്റിപ്പോയി. നാവ് കൊണ്ട് ആരെയും കുറ്റം പറയരുത്, വിധിക്കരുത്, തെറ്റിപ്പോയി. പ്രിയമുള്ളവർ, എല്ലാം തെറ്റിക്കിടക്കുക. ന്യായപ്രമാണങ്ങളെല്ലാം തെറ്റിക്കിടക്കുക. ഇത് ജയിക്കണ്ടേ, ഇതിനെ ജയിപ്പിച്ചെടുക്കണ്ടേ? അതിന് കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? കർത്താവ് കുരിശിൽ കിടന്ന ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാം വാക്യമാണ്. കർത്താവ് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആരായി വിളിച്ചു പറഞ്ഞത്? പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിവസത്തിൽ യോഹന്നാന്റെ അതേ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, പെരുന്നാളിന്റെ ഒടുക്കത്തെ ദിവസത്തിൽ വലിയ ശബ്ദത്തിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ. ആ പറഞ്ഞ കർത്താവാണ് കുരിശിന്മേൽ പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു. എന്തിൻ്റെ ദാഹമാണ്? അന്ന് ആ പെരുന്നാൾ ദിവസത്തിൽ കർത്താവ് അത് തെളിയിച്ചു കൊടുത്തു. എന്തിൻ്റെ ദാഹമാണ്? ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവന്റെ ജലനദി പൊട്ടിപ്പുറപ്പെടും. എന്നിട്ട് എൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുക, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം, തൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള മഹത്വത്തിൽ ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്.
അപ്പൊ കുരിശ് മരണത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. ഈ കുരിശ് മരണത്തിൽ നമുക്ക് കിട്ടിയ വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. പാപങ്ങൾ തോറ്റെങ്കിൽ ഇനി പാപങ്ങളെ ജയിക്കാൻ ഒരു ദൈവശക്തി നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. ആ ശക്തി ഉണ്ടെങ്കിലേ പാപങ്ങളെ ജയിക്കത്തുള്ളൂ. ഈ ശരീരത്തിന് പാപങ്ങളെ ജയിക്കാനുള്ള കെൽപ്പില്ല. പാപങ്ങളെ ജയിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരണം. കുരിശുമരണത്തിന്റെ മഹത്വത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു വലിയ ആഹ്വാനമുണ്ട്. എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കണം. അതൊരു കുരിശിന്റെ വഴിയാണ്. ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കണം. ആ സഹനങ്ങൾ ഏറ്റെടുത്ത് അതിലൂടെ നമ്മൾ നല്ലപോലെ എളിമപ്പെടേണ്ടതുണ്ട്. കർത്താവിൻ്റെ ഈ കുരിശിലൂടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അനുസരണം പഠിപ്പിച്ചു എന്ന. അനുസരണം തികഞ്ഞവനായിട്ട് അവനെ പഠിപ്പിച്ചു കർത്താവിൻ്റെ കുരിശ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനം വരുന്നത് വചനമനുസരിക്കുവാനും എളിമപ്പെടുവാനും വേണ്ടിയിട്ട്. അതിലൂടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. അതുകൊണ്ട് ഈ കുരിശ് മരണം, ഈ കുരിശിൻ്റെ അടയാളം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിൻ്റെ അടയാളമാണ്. ഈ കുരിശിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുരിശ് കാണുമ്പോൾ തന്നെ ഓർക്കണം, പാപമോചനമുണ്ട്, ശാപങ്ങളുടെ വീണ്ടെടുപ്പുണ്ട്, ഇതാ സാത്താന്റെ മേൽ നിനക്ക് ജയമുണ്ട്. വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിരിക്കും. അടുത്ത ഒരു കാര്യം കൂടിയുണ്ട്. എന്നറിയാമോ? പാപത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചാൽ പാപത്തിനൊരു പ്രശ്നമുണ്ട്. പാപം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും രോഗാതുരമാക്കും. എല്ലാ രോഗങ്ങളും പാപത്തിൽ നിന്നല്ലെങ്കിലും പാപം നമുക്ക് രോഗത്തിൻ്റെ അവസ്ഥ തരും. ഒരു മനുഷ്യനിൽ ചേർച്ചയില്ലാത്ത ഒന്ന് ചേർന്നിരിക്കുന്നതാണ് ഈ പാപം. പാപം വന്നാൽ രോഗമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ വളരെ ശക്തമായിട്ട് പറയുക. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ചു, ഇനി നീതി നിമിത്തം ജീവിക്കേണ്ടതിന് കർത്താവായ യേശുമ്പുരാൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് കുരിശിന്മേൽ കയറി. അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പൊ കുരിശ് മരണത്തിൽ നമുക്ക് എന്നാ ഉണ്ടെന്നറിയാമോ? സൗഖ്യമുണ്ട്. യേശയ്യാവ് പ്രവചിക്കുകയാണ്. യേശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെയാണ് അവൻ ചുമന്നത്, നമ്മുടെ വേദനകളെയാണ് അവൻ വഹിച്ചത്. പാപം മൂലം തകർന്നുപോയ ജനത്തിന്റെ രോഗവും വേദനകളും കർത്താവ് കുരിശിന്മേൽ ചുമന്നു. എന്നിട്ട് അതിനൊരു സൗഖ്യം നൽകി. പാപത്തിൽ രോഗമുണ്ടോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നോക്കിയാൽ ഒരു തളർവാദ രോഗിയെ 4 പേർ ചുമന്നുകൊണ്ട് വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, യേശു അവനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പാപമോചനം കിട്ടിയപ്പോൾ തന്നെ രോഗസൗഖ്യം വന്നു. അതുകൊണ്ട് കുരിശിലൂടെ നമുക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹമാണ് രോഗസൗഖ്യം. അപ്പോൾ കുരിശ് വരയ്ക്കുകയും കുരിശിനെ ധ്യാനിക്കുകയും കുരിശ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം, പാപങ്ങളുടെ മോചനമുണ്ട്, ശാപത്തിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്, സാത്താന്റെ മേൽ എനിക്ക് ജയമുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറയും, രോഗങ്ങളുടെ സൗഖ്യം, പാപം മൂലമുള്ള എല്ലാ രോഗങ്ങളുടെയും സൗഖ്യം ഈ കുരിശിൽ എനിക്കുണ്ട്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ പെട്ടെന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുക. യേശുവിൻ്റെ കുരിശിൻ്റെ യാഗം ഏകയാഗമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, ഒരിക്കലായിട്ട് കർത്താവ് ആ കുരിശിന്മേൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതിനി ആവർത്തിക്കപ്പെടുന്നില്ല. കുരിശിലെ യാഗം ഇങ്ങനെ ഏകയാഗമായി അതിങ്ങനെ നിലനിൽക്കുക. ഈ കുരിശിൽ നിന്നൊഴുകിയ അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ 4-5 കാര്യം പറഞ്ഞത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കുരിശിൽ നിന്നൊഴുകിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും ഒഴുകണം. അതനുഭവിക്കുവാൻ, അത് ആസ്വദിക്കുവാൻ കുരിശിലെ യാഗം ആവർത്തിക്കപ്പെടാൻ പറ്റുകയില്ലെങ്കിലും കർത്താവ് ആവർത്തിക്കപ്പെടാൻ പറ്റുന്ന മറ്റൊന്ന് അതേ ദിവസം സ്ഥാപിച്ചു.
എന്താണ് കർത്താവ് അതേ ദിവസം സ്ഥാപിച്ചത്? തന്നെ ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി അവരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. അവൻ ആ കാസയും എടുത്തു, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്കായി ഇങ്ങനെ ചെയ്യുവിൻ, ഇത് നിങ്ങൾ ആവർത്തിക്കുവിൻ. ഇത് ആവർത്തിക്കുമ്പോഴൊക്കെയും എൻ്റെ കുരിശുമരണം നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. യേശുവമ്പുരാൻ പറഞ്ഞു, ഇത് ആവർത്തിക്കുമ്പോഴൊക്കെയും കുരിശിൽ നടന്നതെല്ലാം നിങ്ങൾ പ്രഖ്യാപിക്കുകയും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുമ്പോൾ ഇതാ നാം ഈ കണ്ട പാപമോചനം ആ കുർബാനയിലുണ്ട്. അതുകൊണ്ടാണ് പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പറയാൻ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. കൊലോസ്യ ലേഖനം 1:20 പറഞ്ഞില്ലേ, പാപം മോചിക്കപ്പെടുമ്പോഴാണ് സമാധാനം വന്നത്. അപ്പോൾ ഈ കുർബാനയിൽ എന്താ ആശീർവദിക്കുന്നത്? ഈ കുർബാന ഈ കുരിശുമരണമാണ്. ഈ കുർബാനയിൽ എന്താ നിന്നോട് പറയുന്നത്? മക്കളെ, പാപങ്ങളുടെ മോചനമെന്ന സമാധാനം ഇതാ ഈ ബലിപീഠത്തിൽ നിന്ന് നിന്നിലേക്ക് ഒഴുകുന്നു. നിന്റെ ശാപങ്ങൾ മോചിക്കപ്പെടുന്നു. സാത്താൻ നിന്റെ വീട്ടിൽ തോറ്റുകഴിഞ്ഞു. നീ ബലിപീഠത്തിന്റെ മുമ്പിൽ ഈ കുരിശിന്മേൽ നോക്കി കർത്താവിന്റെ ഈ യാഗത്തിൽ സംബന്ധിക്കുമ്പോൾ സാത്താൻ തോറ്റു. നിന്റെ മേൽ റൂഹ വരും, പരിശുദ്ധാത്മാവ് വരും. ഇതാ നിന്റെ ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യമുണ്ട്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം ഇങ്ങനെ തീ കത്തണം. വിശ്വാസം നമ്മളിൽ ജ്വലിക്കുമ്പോഴാണ് അഭിഷേകങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. കർത്താവ് ഒരു ദേവാലയത്തെ ശ്രദ്ധിക്കുന്നത് വിശുദ്ധിയുള്ളവരെ അല്ല, വിശ്വാസമുള്ളവരെയാണ്. കാരണം വിശ്വാസമുള്ളവരെയാണ് വിശുദ്ധീകരിക്കുന്നത്. വിശ്വാസം, നീതിമാനാകുന്നത് വിശ്വാസം വഴിയാണ്. അതുകൊണ്ട് കർത്താവ് വിശ്വാസമുള്ളവരെയാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആലയത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ ശ്രദ്ധയോടെ നോക്കുന്നു. എന്തു വിശ്വസിക്കുന്നു? എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ കുർബാന ഇതാ കർത്താവിൻ്റെ കാൽവരി യാഗമാണ്. ഈ യാഗത്തിൽ പാപമോചനമുണ്ട്. ശാപങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നു, ശാപങ്ങൾ മായ്ക്കപ്പെടുന്നു. ഇതാ പരിശുദ്ധാത്മാവ് വരുന്നു. സാത്താന്റെ മേൽ ജയമുണ്ട്. പാപമൂലമുള്ള എല്ലാ രോഗങ്ങളുടെയും വിടുതൽ ഇവിടെയുണ്ട് എന്ന് നീ വിശ്വസിക്കുമ്പോൾ ആ കുർബാന വലിയ അഭിഷേകമായി മാറും, അനുഗ്രഹമായി മാറും. ഈ സ്ലീബ കാലഘട്ടത്തിൽ ഓരോ വിശുദ്ധ കുർബാനകളിലും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നിറയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ കുരിശിൻ്റെ മഹത്വം അറിയണം. ഓരോ ശ്രീകാ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രശംസ മറ്റൊരിടത്തുമല്ല, എനിക്കോ എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസ പറയാനിടയാകരുത്. ആ കുരിശാണ് എൻ്റെ ജീവിതത്തിൽ പാപമോചനം നൽകിയത്, എൻ്റെ മേൽ നിഴലിച്ച ശാപങ്ങൾ മായിച്ചത്, സാത്താൻ്റെ മേൽ എനിക്ക് ജയം തന്നത്, പരിശുദ്ധാത്മാവിനെ പകർന്നത്, രോഗസൗഖ്യങ്ങൾ നൽകിയത് ഈ കുരിശിലൂടെയാണ്. ആ കുരിശിൻ്റെ മഹത്വം എന്നിൽ നിറയണം. ഇതാ ദൈവമേ, കുരിശിൻ്റെ ജ്ഞാനം ഞങ്ങളിൽ നിറയണമേ. 1 കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വചനത്തിൽ കുരിശിൻ്റെ ജ്ഞാനം ദൈവശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവെ അങ്ങയുടെ കുരിശ് നാട്ടപ്പെടണം. സാത്താൻ നോക്കുമ്പോൾ ഓരോ ഭവനങ്ങളിലും ജയമുള്ള സ്ലീബായുടെ അടയാളമുണ്ടാകട്ടെ. സാത്താൻ ലജ്ജിച്ചു പോകാനിടയാകട്ടെ. ഞങ്ങളുടെ കുരിശിൻ്റെ ധ്യാനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിൽ ജ്വലിക്കട്ടെ. ഓരോ വിശുദ്ധ കുർബാനകളിലും കുരിശിൽ നിന്നൊഴുകുന്ന വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണാൻ ആത്മനയനങ്ങൾ തുറന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.